ജലാശയങ്ങൾ സംരക്ഷിക്കുമെന്ന അധികൃതരുടെ പാഴ്വാക്കിൽ ശാപമോക്ഷമാകാതെ പഴയന്നൂർ നീലിച്ചിറക്കുളം. വർഷങ്ങളായുള്ള പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വില കൽപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ഉൾപ്പെട്ട നീലിച്ചിറക്കുളം കാട് കയറി നശിച്ചിട്ട് വർഷങ്ങളായി. 2 ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നുകിടക്കുകയാണ് ഈ കുളം. ഇപ്പോൾ കുളം കണ്ടാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ ഏതോ തരം പുൽകൃഷിയോ മറ്റോ നടത്തുന്നതായേ തോന്നൂ. 50 വർഷം മുൻപ് നിർമ്മിച്ചതാണ് നീലിച്ചിറക്കുളം. തുടർന്ന് ഇന്നേ വരെയുള്ള കാലയളവിൽ 2-3 തവണ ചണ്ടികൾ മാറ്റി വൃത്തിയാക്കുവാൻ പ്രദേശവാസികൾ ശ്രമിച്ചതായിരുന്നു. എന്നാൽ ഏറെ വിസ്തൃതിയുള്ള കുളത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കപ്പെടുവാൻ ഒന്നിനും സാധ്യമായില്ല. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയും പ്രദേശത്തിലെ കുടിവെള്ള സ്രോതസ്സുകളുടെ ആധാരമായ ഈ കുളത്തിനെ പരിപാലിക്കുവാൻ തയ്യാറായിട്ടില്ല. തന്മൂലം സമീപ പ്രദേശത്തെ കർഷകരും ദുരിതത്തിലാണ്. കാടും ചണ്ടികളും കയറി രാക്ഷസപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന പാടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന നീലിച്ചിറക്കുളം ഇനിയും സംരക്ഷിച്ചില്ലെങ്കിൽ കുളം നാമാവശേഷമാകുവാനാണ് സാധ്യത. പ്രദേശവാസിയായ ലക്ഷ്മി അധികൃതരുടെ നിലപാടുകളിൽ ശക്തമായ എതിർപ്പറിയിച്ച് സംസാരിക്കുന്നു. കുറെ കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്, ഒന്നും തന്നെ പറയാൻ തുടങ്ങിയൊന്നുമല്ല. കുറെ കാലമായി കുളം നേരാക്കണത് ഇതുവരെ നേരാക്കിയിട്ടില്ല. ഇപ്പം എത്ര ആൾക്കാരോടാ പറയുക? എല്ലാവരോടും പറയാനല്ലേ കുട്ടിയെ പറ്റുള്ളൂ. ആര് നേരാക്കണ വഴി കാണാനില്ലേ? ഇന്നാൾ കഴിഞ്ഞ മാസം പറഞ്ഞിട്ട് 50,000 അല്ല, എത്ര 50 ലക്ഷം പാസ്സായിട്ടുണ്ടെന്ന്. ഇന്നാൾ പറഞ്ഞിട്ടോ 32 ലക്ഷം പാസ്സായിട്ടുണ്ടെന്ന്. പാസ്സാകുമ്പോൾ ഒന്ന് പറയാൻ എവിടെയും കാണില്ലല്ലോ. ആരുടെ ഫോട്ടോ എടുത്ത് പോയാലും പണി നടക്കണമില്ല. അവർ കുളിക്കാൻ അവിടെ കുളിക്കട്ടെ, എങ്ങനെ കുളിക്കുക? നാറിയിട്ട് വരാൻ കൂടി പറ്റില്ല. വെള്ളം നാറില്ല, ഇവിടെ ഇരിക്കുമ്പോൾ നാറിനില്ലേ? നാറുണ്ടല്ലേ? നാറിയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തുകൂടും കൂടി വരാൻ പറ്റില്ല. നാറിയിട്ട് എത്ര കൊല്ലമായി ഈ ചേറും വെള്ളമൊക്കെ ഒന്ന് പോയിട്ട്. ഇതിന്റെ പുനർനിർമ്മാണത്തിനായി ലക്ഷങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണ പരത്തി ബന്ധപ്പെട്ട അധികാരികൾ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. കുളത്തിന്റെ ഫോട്ടോ എടുക്കൽ മാത്രമാണ് എല്ലായ്പ്പോഴും നടക്കുന്നത്. പായലും ചണ്ടിയും കാടുകയറിയ കുളത്തിൽ നിന്നും ദുർഗന്ധമാണ് ഇപ്പോൾ വമിക്കുന്നത്. ഇതും പ്രദേശത്തിലെ ജനസൂര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. കുളത്തിന്റെ സമീപത്ത് തന്നെ താമസിക്കുന്ന പ്രകാശനും ഇത് എത്രയും വേഗം പുനർനിർമ്മാണം നടത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. ഒരു 30 കൊല്ലം മുമ്പ് പഞ്ചായത്തിൽ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് നന്നായി ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു 10 വർഷം മുമ്പ് 2 പ്രാവശ്യം ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് നേരാക്കി. അതും നമുക്ക് ഈ നാട്ടിലെ ആൾക്കാരെ കൊണ്ട് ജനങ്ങളെ കൊണ്ട് സഹകരിച്ച് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്നും ക്ലിയർ ആയിട്ടില്ല. നല്ല രീതിയിൽ ശരിയാക്കി നല്ലൊരു കുളമാക്കി മാറ്റിയെടുക്കുന്ന ആഗ്രഹമുണ്ട്. കൃഷിയിടങ്ങൾക്കുള്ള വെള്ളവും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ആവശ്യമായ വെള്ളം സംഭരിക്കുവാനും ഈ കുളം യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കിയെടുത്തേ മതിയാകൂ. ഏതാണ് കര ഏതാണ് കുളം എന്ന് തിരിച്ചറിയുവാനാവാത്ത അവസ്ഥയിൽ നിലകൊള്ളുന്ന നീലിച്ചിറക്കുളം എത്രയും വേഗം ആവശ്യമായ നടപടികൾ കൈക്കൊണ്ട് കർഷകർക്ക് കൃഷി നിലനിർത്തുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്ന് നീലിച്ചിറ പാടശേഖര സെക്രട്ടറി ഗോപാലമേനോനും വ്യക്തമാക്കി. നമ്മുടെ നീലിച്ചിറക്കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാട് പറ്റി ഭയങ്കര ആളുകൾക്ക് ഇറങ്ങി കുളിക്കാനോ യാതൊരു കടവ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് യാതൊന്നും അറിയുന്നില്ല. അത്രയും വെള്ളത്തിന് വളരെ നാറ്റം ഉള്ള ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നീലിച്ചിറ പഴയന്നൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിപ്പമുള്ളൊരു കുളമാണിത് പ്രത്യേകമായിട്ട്. അപ്പോൾ അതിന് 2 ഏക്കർ വലിപ്പമുള്ള വിസ്തൃതിയുള്ള കുളമാണ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് 35 കൊല്ലം മുമ്പേ അന്ന് നേരാക്കിയിട്ടുള്ളതാണ്. ഇതേവരെ അതിന് പിന്നെ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. കുറേ നാട്ടുകാർ ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കുറേയൊക്കെ ഞങ്ങൾ നേരാക്കി സ്വന്തം ഇതിലൊക്കെ കുറേ നേരാക്കി. ഇപ്പോൾ അത് വീണ്ടും കാട് പൊത്തി നമുക്ക് കുളം ഏതാണ് കര ഏതാണെന്നുള്ളത് കാണാത്ത അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ല ഉറവൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഉറവുള്ളൊരു കുളമാണ്. അടുത്തുള്ള കുടിവെള്ളത്തിൻ്റെ ഒരു പ്രധാന കുടിവെള്ള സ്രോതസ്സൊക്കെ ഇവിടുന്നാണ് നമ്മൾ 10-50 വീട്ടുകാർക്ക് വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ലാതെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചുറ്റുവട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര നാറ്റം കാരണം കുളിക്കാനോ അതിലടുത്തു കൂടെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. LDF സർക്കാരിന്റെ നവകേരള സദസ്സിൽ കുളം നന്നാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരാതി നൽകിയതായും അതിനുള്ള മറുപടി ലഭിച്ചതായും ഗോപാലമേനോൻ അറിയിച്ചു. കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയ കുളത്തിന്റെ വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗത്തായി കുളിക്കുവാനിറങ്ങിയാൽ ചൊറിച്ചിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നിലനിൽക്കുന്നു.
ബന്ധപ്പെട്ട അധികാരികൾ നേരിട്ടെത്തി കുളം സന്ദർശിച്ച് വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കണമെന്ന് കർഷക പ്രതിനിധിയായ ശ്രീധരൻ നായരും വസ്തുതകൾ നിരത്തി വിമർശനത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നീലിച്ചിറക്കുളം 972 NMR നാഷണൽ പണിതാണ്. അന്ന് ഈ കുളം കാണാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും കണ്ടമാനം ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ കുളത്തിൻ്റെ അവസ്ഥ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും ശരി ഒന്ന് വന്ന് കാണേണ്ട സ്ഥിതിയാണ്. ഒരാളെ തല്ലി കൊന്നിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് താറ്റിയാൽ അറിയില്ല. അത്രയും തിക്കായിട്ടാണ് കിടക്കുന്നത്. ജനങ്ങൾക്ക് കുളിക്കാനോ പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ചുറ്റുപാടും കിണറുകളുണ്ട്. അതിനെ ആശ്രയിക്കുന്നവർക്ക് പിന്നെ കുടിവെള്ളത്തിന് ഏറ്റവും നല്ല രീതികളാണ്. പഴയന്നൂർ പഞ്ചായത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു കുളമായിട്ടാണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നത്. 2 ചില്ലാൻ ഏക്കറം വിസ്തൃതിയുള്ളതാണ് ഈ കുളം. ഞങ്ങൾ പല പ്രാവശ്യം നാട്ടുകാർ സംഘടിച്ച് 2-3 പ്രാവശ്യം നേരാക്കി. ഇനി ഞങ്ങളെ കൊണ്ടാവില്ല. അതുപോലെ തന്നെ കന്നുകാലികളെ കഴുകാൻ പറ്റില്ല. ഇതിപ്പോൾ സത്യത്തിൽ ഒരു കൊതു വളർത്തൽ കേന്ദ്രമായിട്ട് മാറിയിരിക്കുക. അവിടെ വന്ന് നോക്കണം. കൊതുക്കളുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. നാറിയിട്ട് അടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർ ഏകദേശമൊക്കെ രോഗത്തിൻ്റെ അടിമയായി തീരുമ്പോൾ ശരിക്കും നേരിട്ട് വന്നൊന്ന് കാണണം ഇവിടുത്തെ സ്ഥിതി. ഫോറസ്റ്റുകാരാ എന്ന് വിചാരിക്കും. ഒന്നാമത് ഒരാൾ ഇതുപോലെ വന്നിട്ട് എൻ്റെ എന്താ കണ്ടങ്ങനെ ഇട്ടിരിക്കണ വെച്ചു. അത് കണ്ടല്ല, അത് കുളമാണ്. അയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ പല ഭാഗത്തുനിന്നും ഈ വൃത്തികെട്ട ഈ കുളം കാണാൻ വേണ്ടിയിട്ട് തന്നെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്ന് കൂടുന്നുണ്ട്. മലമ്പാമ്പ് അടക്കം ഇതിലുണ്ട്, വന്ന് കൂടിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്കും മറ്റുള്ളവർക്കും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു രീതിയാണ്. അതുപോലെ കൃഷിക്കാരെ ഇതിനെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ കുളം പഞ്ചായത്ത് നിന്ന് ഏറ്റെടുത്ത് ചെയ്തത്. 10-50 ചില്ലാൻ ഏക്കർ കൃഷിയുണ്ട്. ഞങ്ങളൊക്കെ കൃഷി അതിൻ്റെ തൊട്ട് കിടക്കുന്നതാണ്. ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പല പ്രാവശ്യവും ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ഈ നീലിച്ചിറക്കുളമാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആനയ്ക്ക് കഷ്ടി വെള്ളമുണ്ട്. ഒരു 12 അടി 14 അടി വെള്ളം നിൽക്കുന്ന കുളമാണ്. ഇപ്പം അതിൻ്റെ സ്ഥിതി ഒരു 5 അടി ഇല്ലെങ്കിൽ ഒരു 6 അടി. അത് അങ്ങനെയാണ്. തൂർന്ന് നാശമായി കിടക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇവിടെ സ്ഥലത്ത് വന്ന് ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. കുളം സംരക്ഷണത്തിന് നടപടികൾ സ്വീകരിക്കാതെ ഇനിയും അധികൃതർ നിസ്സംഗതാ മനോഭാവം തുടരുകയാണെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനാണ് ക്ഷമ നശിച്ച പ്രദേശവാസികൾ ഉദ്ദേശിക്കുന്നതെന്നും ഏവരും വ്യക്തമാക്കി. CCV ന്യൂസ്, പഴയന്നൂർ.